ഹായ് കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ ചായത്തട്ടിലൊക്കെ കൊതിപ്പിക്കുന്ന ഒരു ഐറ്റം ഉണ്ടല്ലോ, പഴംപൊരി, കേരളത്തിൻ്റെ സ്വന്തം പഴംപൊരി. അപ്പോൾ അത് എൻ്റെ വെർഷനിൽ എങ്ങനെയാണ് കാണിക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഇതിലേക്ക് ഒരു 3/4 കപ്പ് മൈദ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് ഈ ബാക്കി നമ്മൾ ഒരു 1/4 കപ്പോളം വറുത്ത അരിപ്പൊടിയാണ് കേട്ടോ. അത് ഇടിയപ്പത്തിൻ്റെ പൊടി ഉണ്ടല്ലോ, അതാണേ. അതും കൂടെ ചേർത്ത് 1 കപ്പ്. അപ്പോൾ രണ്ടും കൂടെ ചേർത്താണ് 1 കപ്പ്. ഇതിലേക്ക് ഇനി ഒരു 1/2 ടീസ്പൂണ് ഉപ്പ് പൊടിയും, പിന്നെ നമുക്ക് കളർ വേണം ഒരു ശകലം. അപ്പോൾ ആ കളറിന് വേണ്ടിയിട്ട് ഇത്തിരി മഞ്ഞൾപ്പൊടി കൂടെ ചേർക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ കൂടെ ഇനിയാണ് സീക്രട്ട് ഐറ്റം. ഞാനിപ്പം ഇന്നൊരു അരച്ച് വെച്ച ദോശമാവാണ്. അപ്പോൾ അതിൻ്റെ ബാലൻസ് ഒരു 3-4 ടീസ്പൂൺ ഞാൻ ചേർത്തിട്ടുണ്ട് കേട്ടോ. അതും ചേർത്ത് ആവശ്യത്തിന് വെള്ളം നമ്മൾ നോക്കി തന്നെ കുഴയ്ക്കണം കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ബാറ്റർ അങ്ങ് ഒരുപാട് ലൂസാവാൻ പാടില്ലേ. അതുകൊണ്ടാണ് നമുക്ക് ഏകദേശം എനിക്കിപ്പോൾ ഒരു 1/2 കപ്പോളം വെള്ളം അത്രയും വന്നില്ല, എന്നാലും അതിനടുത്ത് വന്നിട്ടുണ്ട്. അതോടെ ചേർത്ത് ഇനിയിപ്പോൾ മഞ്ഞൾപ്പൊടി കുറച്ച് കുറവായതുകൊണ്ട് ഞാൻ വീണ്ടും ഒത്തിരി കളർ ചേർത്തിട്ടുണ്ട് മഞ്ഞൾപ്പൊടി. ഇനി ഇതിലേക്ക് ഒരു 3 ടീസ്പൂണ് പഞ്ചസാര കൂടെ ചേർത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വയ്ക്കണേ. ഇതാ ഈ ഒരു കണക്ക് കേട്ടോ. അപ്പോൾ ബാറ്റർ എപ്പോഴും നമ്മൾ ലൂസായി പോകരുത്, ഈ ഒരു കണക്കേ പാടുള്ളൂ കേട്ടോ. ഇനി ഒരു അരമണിക്കൂറോളം നമുക്കിന്ന് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം കേട്ടോ. ഞാനിപ്പോൾ ഒരു 2 പഴം എടുത്ത് വെച്ചിട്ടുണ്ട്, ഏത്തപ്പഴം. ഇനി ഇതിനെ തൊലിയൊക്കെ ഒന്ന് മാറ്റിയിട്ട് ഞാനിപ്പോൾ നീളത്തിലല്ല, നടുക്ക് നിന്ന് കീറിയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അതാ ഈ ഒരു കണക്കിനാണ് ചെയ്യുന്നത്, നീളത്തിലല്ല. ഇപ്പോൾ അങ്ങനെ ഇവിടെ കഴിക്കില്ല, അപ്പം ചെറുതായിട്ട് ഈ ഒരു കണക്കിനാണ് ചെയ്തത്. നമ്മുടെ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഇനി ഞാനിപ്പോൾ എണ്ണ ഒന്ന് വെക്കുകയാണ്. ഒന്ന് അല്പം പൊങ്ങിയിട്ടുണ്ട്. ഈ ഒരു കണക്കാണ് നമുക്ക് വേണ്ടത് കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് പഴമൊന്ന് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് കോട്ട് ചെയ്തെടുക്കാം. അപ്പോൾ അതങ്ങനെ തന്നെ നമുക്കൊന്ന് തിളച്ച എണ്ണയിലോട്ടൊന്ന് വെക്കാം കേട്ടോ. അപ്പം ഇത് വെക്കുന്ന സമയത്ത് ഇത്തിരി തീ കൂടിയിരിക്കണം, അത് കഴിഞ്ഞിട്ട് കുറയ്ക്കാം കേട്ടോ. അങ്ങനെയാണ് ചെയ്യേണ്ടത്, ഇല്ലെങ്കിൽ വല്ലാണ്ട് കരിഞ്ഞു പോവും. എല്ലാവർക്കും അറിയാവുന്നത് തന്നെ, ഞാൻ പിന്നെ പറയുന്നതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഈ ഒരു രീതിയിലാണ് എടുക്കുന്നത്. ഞാൻ ഫസ്റ്റ് ബാച്ച് ഇപ്പോൾ ഏകദേശം ആയിട്ടുണ്ട്. ബാക്കിയുള്ള പഴമെല്ലാം നമുക്കിതുപോലെ ഒന്ന് റെഡിയാക്കി എടുക്കാമേ. ഞാൻ ഇതുവരെയും വിശ്വസിച്ചിരുന്നത് നമ്മുടെ ഇത് കേരളത്തിൻ്റെ സ്വന്തം പഴംപൊരി എന്നാണ്. പക്ഷേ എന്തോ ലോകത്തിൻ്റെ എമ്പാടും ഇന്ന് മലയാളികളുള്ളത് കൊണ്ടാവാം, എല്ലായിടത്തും ഈ പഴംപൊരി ഇന്നും ട്രെൻഡിങ് ആണ് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വിശേഷം. അപ്പം പുതിയൊരു വീഡിയോയുടെ കാണാം. ഓക്കെ, താങ്ക് യു ഫ്രണ്ട്സ്, ആൻഡ് ആൾസോ താങ്ക് യു ഫോർ വാച്ചിങ്.